നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫുൾ നെയിം എന്താണെന്നാ പറഞ്ഞത്? ചന്ദ്രദാസ്. ഇത് എത്രാമത്തെ തവണയാ ചന്ദ്രദാസ് ഇങ്ങനെ കാരിയർ ആവുന്നത്? ആദ്യമായിട്ടാ. പച്ചക്കള്ളം. ചന്ദ്രദാസിനെ എങ്ങനെ കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടുന്നത്? ചന്ദ്രദാസ് മുമ്പും ഈ ജോലി ചെയ്തിട്ടുണ്ട് എന്നതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. സത്യം പറഞ്ഞ ചന്ദ്രദാസേ, വെറുതെ എന്തിനാ ഞങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ചന്ദ്രദാസ് സത്യം പറഞ്ഞില്ലെങ്കിലേ ഞങ്ങൾക്ക് പറയിപ്പിക്കേണ്ടി വരും. പോലീസിനേക്കാളും പട്ടാളത്തെക്കാളും ഒക്കെ ക്രൂരമാ കസ്റ്റംസുകാരുടെ പരിപാടികളാ. ഞങ്ങളെപ്പറ്റി ഒരുപാട് സിനിമയൊന്നും ഇറങ്ങാത്തത് കൊണ്ട് പൊതുജനത്തിന് അത്രയും അവയർനെസ് ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് പുറത്തു പോയാൽ ജീവിതകാലം ആരും ഞങ്ങളെ മറക്കില്ല. അതാ പറഞ്ഞത്. ചന്ദ്രദാസ് നേരെ പറ, മുമ്പ് എത്ര തവണ നിങ്ങൾ കാരിയറായിട്ടുണ്ട്? പറ. സത്യം തുറന്നു പറഞ്ഞാലേ ചന്ദ്രദാസിന് രക്ഷപ്പെടാനുള്ള വഴി ഞങ്ങൾ ഉണ്ടാക്കി തരാം. ഒരു തവണ, ഒരേ ഒരു തവണ. ശരി, സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യം കൂടി ചന്ദ്രദാസ് തുറന്ന് പറയണം. ചന്ദ്രദാസ് ആർക്ക് വേണ്ടിയാണ് ഈ ജോലി ചെയ്തത്? ഏതൊക്കെ രാഷ്ട്രീയക്കാർ ഇതിന്റെ പിന്നിലുണ്ട്? ഏത് ജ്വല്ലറിക്ക് വേണ്ടിയാ നിങ്ങൾ ഈ സ്വർണം കടത്തുന്നത്? അതൊന്നും എനിക്കറിയില്ല സാർ. ഒന്നും അറിയാത്തൊരു സുപ്രഭാതത്തിൽ ചന്ദ്രദാസിന്റെ കയ്യിൽ എങ്ങനെയാ ഇത്രയും സ്വർണം വന്നുപെട്ടത്? വല്ല വനദേവതയും കൊണ്ട് തന്നോ? അതോ ചന്ദ്രദാസിന് മാന്ത്രിക വിദ്യ വല്ലെന്നും വശമുണ്ടോ? സത്യം പറ ചന്ദ്രദാസെ, മന്ത്രി KP കുരുവിളയല്ലേ ഇതിന് പിന്നില്? മലബാരൻ ജുവലറിക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ഈ സ്വർണം കടത്തുന്നത്? അല്ല സാർ, ഒന്നും എനിക്കറിയില്ല. സാറി പറഞ്ഞവരാരുമായിട്ടും എനിക്ക് ഒരു ബന്ധവുമില്ല. ശരി, പിന്നെ ചന്ദ്രദാസിന് ആരുമായിട്ടാ ബന്ധമുള്ളത്? ആര് പറഞ്ഞിട്ടാ നീ കച്ചവടത്തിന് ഇറങ്ങിയത്? ഇല്ലെങ്കിലേ ഇതുപോലെ ഇനിയും കിട്ടും നിനക്ക്. ദീപ്തി വർമ്മ, അഡ്വക്കേറ്റ് ദീപ്തി വർമ്മ. ഞാൻ തിരിച്ചു വിളിക്കാമേ. എന്താ സാർ ഈ വഴിയൊക്കെ? ഒരു ചെറിയ പ്രശ്നമുണ്ട് വക്കീലേ. വരൂ, അകത്തിരുന്ന് സംസാരിക്കാം. വരൂ, ഇരിക്കാം. എന്താ സാർ പ്രശ്നം? ഇന്ന് കാലത്ത് സ്വർണ്ണക്കടത്ത് കേസിൽ മാണിക്യമംഗലത്ത് ചന്ദ്രദാസ് എന്നൊരാളെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. അയാളെ ചോദ്യം ചെയ്തപ്പോ വക്കീലിന്റെ പേരാ പറഞ്ഞത്. എന്റെ പേരോ? അതെ വക്കീലേ. ഈ കള്ളക്കടത്തിന് അയാൾക്ക് മീഡിയേറ്ററായത് വക്കീലാണെന്നാ അയാൾ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് എന്തിനാണ് സാർ നിങ്ങൾ ചാടി പുറപ്പെട്ടത്? അന്വേഷിക്കേണ്ടത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണല്ലോ വക്കീലേ. നിങ്ങൾ ഈ പറയുന്ന ചന്ദ്രദാസിനെ എനിക്കറിയില്ല. അയാളുടെ ജ്യേഷ്ഠൻ മാണിക്യമംഗലത്തെ വിശ്വനാഥനെ എനിക്കറിയാം. അയാൾക്ക് 2-3 അനിയന്മാരുണ്ടെന്നും എനിക്കറിയാം. ചിലപ്പോ അതിൽ ആരെങ്കിലും ആയിരിക്കാം നിങ്ങൾ ഈ പറഞ്ഞ ചന്ദ്രദാസ്. അയാളെ എനിക്ക് പേഴ്സണലി പരിചയമില്ല. സോറി വക്കീലേ, കസ്റ്റംസിൽ നിന്ന് ഇങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അത് സാരില്ല, സാറ് പറഞ്ഞല്ലോ ഇത് സാറിന്റെ ഡ്യൂട്ടിയാണെന്ന്. സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു വക്കീൽ എന്ന നിലയിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. ഈ പറഞ്ഞ ചന്ദ്രദാസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തികച്ചും ഫേക്കാണ്. എന്നെ കൊടുക്കാൻ ശ്രമിക്കുന്ന ആരോ അതിന് പിന്നിലുണ്ട്. എനിവേ, ഞാൻ കുറച്ച് തിരക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട് എന്താവശ്യമുണ്ടെങ്കിലും സാറിന് എന്നെ വിളിക്കാം. എന്റെ നമ്പർ അറിയാലോ? അറിയാം മേഡം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, കാണാം. വക്കീലേ, ചന്ദ്രേട്ടന്റെ പേരിലുള്ള കേസ് എന്താ? പതിവ് കേസ് തന്നെ, ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. ഇത്തവണ മോഷണം വിട്ട്
ഗ്രേഡ് കുറച്ച് കൂടിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത്. വക്കീല് പിന്നെ ചന്ദ്രേട്ടൻ അറിയില്ല എന്ന് പറഞ്ഞത്? ഞാൻ പിന്നെ എന്താ വേണ്ടേ? ഇങ്ങനെയുള്ള ക്രിമിനൽസുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടി കുടുങ്ങണോ? ബന്ധമില്ലാന്ന് വക്കീൽ അങ്ങനെ തീർത്ത് പറയാൻ പറ്റുമോ? ബന്ധമില്ലെങ്കിൽ പിന്നെ കാലത്ത് നിന്നെ ചന്ദ്രനോട് വന്നിട്ട് പോയത്? മുകളിൽ നിന്ന് ഞാൻ കണ്ടത് ചന്ദ്രനെ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാ. നേര് പറ വക്കീലെ, വക്കീലിന് ഇടപാടിലല്ലേ ചന്ദ്രനെ കുരുക്കി ചെന്ന് ചാടിയത്? അജയ് ഘോഷ് എന്താ എന്നെ ചോദ്യം ചെയ്യണോ? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഞാനൊരു അഡ്വക്കേറ്റാണ്. എന്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് പലരും ഇവിടെ വന്നെന്നും പോയെന്നും ഇരിക്കും. അജയ് ഘോഷ് അതൊന്നും അന്വേഷിക്കണ്ട. വക്കീലെന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ പിന്നെ എങ്ങനെ പറയണം? അജയ് ഘോഷിന് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏട്ടൻ പറഞ്ഞതുപോലെ ബാംഗ്ലൂരിലേക്കോ മറ്റോ പൊയ്ക്കോ. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. വക്കീലേ, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവിടെ ഇരുന്നിട്ടൊരു സമാധാനം കിട്ടണില്ല. മോൾക്ക് എങ്ങനെയുണ്ട്? ഓപ്പറേഷൻ കഴിഞ്ഞു, പക്ഷെ ഇതുവരെ ബോധം വീണിട്ടില്ല. ശ്ശോ. അവൻ എന്ത് ചെയ്തു? കൊലയാളിയെ അവനെ മല്ലന്മാരെങ്ങോട്ടോ കൊണ്ടുപോയി. കൊന്നോ? അതോ ആചാരം വെച്ച് എനിക്ക് ബാക്കി വെച്ചോ? അറിയില്ല. അതറിയാതെ പിന്നെ താൻ എന്തിനാണോ ഇങ്ങോട്ട് വന്നേ? അല്ല, അത് എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാ അവനെ മാത്രമല്ല ഒന്നിനെ ഞാൻ ബാക്കി വെച്ചേക്കില്ല. ഡോക്ടർ, അത് മതി. എന്താ പറ്റി കുട്ടി? അയ്യോ, ഓക്കെ? അയ്യോ, ഓക്കെ? സുനീഷ് ആരായി സുനീഷ്? അലമീര കണ്ണു തുറന്നു. സുനീഷിനെ കാണണമെന്ന് പറയുന്നു. ഞങ്ങൾ അവളുടെ അച്ഛനും അമ്മയാ. ഞങ്ങൾക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ? ഒരാൾക്കേ പെർമിഷൻ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ കയറി കണ്ടു.
മോൾക്കിപ്പോ എങ്ങനെയുണ്ട്? ആശ്വാസം തോന്നുന്നുണ്ടോ? മോള് വിഷമിക്കണ്ട. ഇത് ചെയ്തവന് ഞാൻ ഇല്ലാതാക്കിയിട്ടുണ്ട്. അവൻ ആ ഗണേശൻ